രാമവർമ്മ ഇരിക്കൂ. രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തേ രാമവർമ്മ ഒന്നും അറിയിക്കാഞ്ഞത്? ഇങ്ങനൊരു ബന്ധവും പറഞ്ഞു വന്ന അടിയനെ വിശ്വസിക്കുമെന്ന് ഭയണ്ടായിരുന്നു. ആ, എത്രയൊക്കെ അകന്നു നിന്നാലും ചിലരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കും. അതുപോലൊരു കൂടിച്ചേരലായതെന്ന് കണക്കാക്കിയാ മതി. കൃഷ്ണമൂർത്തി പറഞ്ഞുവല്ലോ അല്ലേ? ഓവ്, അടിയന്റെ മകളുടെ ജാതകം പിഷാരടി ഇവിടെ എത്തിച്ചു എന്നും അതിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടുവെന്നും ബാക്കിയൊക്കെ തിരുമനസ് തന്നെ നേരിട്ട് വിശദമായിട്ട് പറയുന്നു. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുണ്ടായി. അനന്തരാവകാശികളില്ലാതെ വന്നാൽ താവഴി നിലനിർത്താൻ ദത്തെടുക്കലല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല. അറിയാലോ? രാജകുടുംബങ്ങളിലും കോവിലകങ്ങളിലും ധാരാളം പെൺകുട്ടികളുണ്ട്. പക്ഷേ ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാൻ അങ്ങനെ ആരെങ്കിലും പോരാ. വംശത്തിന്റെ ദീപശിഖ കയ്യിലേന്തി അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സർവദാ അർഹമായ കൈകൾ തന്നെ വേണം. രാജാധികാരമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, രാജ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് സന്തതി പരമ്പരകളിലൂടെ നിലനിർത്താൻ പോന്ന ഐശ്വര്യങ്ങളും തികഞ്ഞവളായിരിക്കണം അവൾ. അങ്ങനൊരു കുട്ടിയെ കണ്ടെത്താൻ ദൈവപ്രശ്നം നടത്തുകയുണ്ടായി. ഏറുകേട്ട ദൈവജ്ഞന്മാരെ മുഴുവൻ വരുത്തി. ആഞ്ഞാൽ ഭട്ടതിരി, പാഴൂർ ഗണകൻ, തിരുവട്ടാർ സുബ്രഹ്മണ്യവാദ്യർ, അങ്ങനെ പ്രസിദ്ധരായ പലരും തർക്കവും വിതർക്കവും വ്യാഖ്യാനവുമായിട്ട് യാവങ്ങനെ നീങ്ങി. ഒടുവിൽ തർക്കമറ്റ വിധം എല്ലാം വ്യക്തമായി. പെൺകുട്ടിയെക്കുറിച്ച് പട്ടേര് പ്രവചിച്ചു. ദിനവാസരത്തിൽ നിറപൗർണമിയിൽ കന്നാളിൽ പിറന്ന പെൺകുട്ടി, സ്വർണ്ണവർണ്ണമുള്ളവൾ, രാജരക്തം. ഇവിടെ നിന്നും 20 കാതം അകലെ ക്ഷയോന്മുഖമായ തറവാട്. പിന്നെ ഇങ്ങനൊരു തറവാടിനെയും പെൺകുട്ടിയെയും കുറിച്ച് അന്വേഷിക്കാൻ 4 പാടും ആളുപോയി. കണ്ടെത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുമ്പോഴാ പിഷാരടി ഇങ്ങനൊരു കുട്ടിയെ കുറിച്ച് അറിയിച്ചത്. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടോ? ഈ സ്വരൂപത്തിന്റെ സുഹൃതമായി അനന്തരാവകാശിയായി ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് രാമവർമ്മയുടെ മകൾ മായയാണ്.